രാജാവ് തിരുമനസിന്റെ വിരുത്തിപ്പണം സ്വീകരിക്കുക. തിരുമനസിന് വൈഷമ്യമുണ്ട്, അതുകൊണ്ടാ കൊട്ടും കുരവയൊന്നും വേണ്ടാന്ന് വെച്ചത്. പിന്നെ എല്ലാം കുറച്ച് രഹസ്യമാവട്ടെ എന്നും വെച്ചു. ചുറ്റിനും ചാരന്മാരുണ്ട്, സൂക്ഷിക്കണം. മറ്റ് ചടങ്ങുകളൊന്നും മുടക്കണ്ടെന്നും കൽപ്പിച്ചറിയിട്ടുണ്ട്. അമ്മേ, മാമാങ്കത്തിന് പോവുകയാണ് ഞാൻ. അനുഗ്രഹിച്ചയക്കണം പെറ്റൊരമ്മേ. തിരികെ വന്നില്ലെങ്കിലും ഒരു മകൻ എന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വെച്ച് അമ്മയെ വണങ്ങുന്നു ഞാൻ. നീയേ ഇനി എനിക്കുള്ളൂ. നീ കൂടെ പോയി കഴിഞ്ഞാൽ ആരുണ്ട് അമ്മയ്ക്ക് ശേഷക്രിയ കഴിക്കാൻ? അഴലണ്ട, അമ്മയ്ക്ക് തിരുനെല്ലിയിൽ പിണ്ടവും വെച്ചേ പോവും ഞാൻ. തിരുനാവായിക്ക് പോയി നിലപാട് തറ വെട്ടിപ്പിടിച്ചോ, കൊന്നോ, അടക്കിയോ, മരിച്ചോ, ജയിക്കതയുണ്ണി. നേരമാവനുമൊത്ത് മാമാങ്കത്തിന് പോവുകയാണ് ഞാൻ. അനുഗ്രഹിച്ചയക്കണം പെറ്റൊരമ്മേ. തിരിച്ചു വന്നില്ലെങ്കിലും ഒരു മകനെന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വച്ച് അമ്മയെ വണങ്ങുന്നു ഞാൻ. ഒരു മകനെന്ന നിലയിൽ ശിഷ്ടകാലം കഴിയാനുള്ള പണം വെച്ച് വണങ്ങുന്നു ഞാൻ. തിരുനാവായിക്ക് പോയി നിലപാട് തറ വെട്ടിപ്പിടിച്ചോ, കൊന്നോ, അടക്കിയോ, മരിച്ചോ, ജയിക്കതയുണ്ണി. അമ്മാവൻ ചന്ദ്രോത്ത് പണിക്കർക്കും മുന്നിൽ വെട്ടിക്കയറണം നീ, അല്ലെങ്കിൽ വെട്ടി മരിക്കണം മുന്നേ നീ.
തിരിഞ്ഞു നോക്കാനോ തിരികെ പോകാനോ പാടില്ല ഉണ്ണി. കുങ്കനുണ്ടാവും തുണയ്ക്ക്. തിരുനെല്ലിയിലെ കർമ്മങ്ങൾ മറക്കണ്ട. എന്റെ തിരുവേഗപ്പുറത്ത് അപ്പനെ എന്തോരം മാത്രം ആൾക്കാർ വന്നു പോയിരുന്ന വഴിയായിരുന്നു. മാമാങ്കകാലത്ത് ചെറുപൂരത്തിനുള്ള ആളുണ്ടാവുന്നതാ. എന്നിട്ടിപ്പോ ആരും ഇല്ലാണ്ടായല്ലോ. ഈ നാടിങ്ങനെ തകർന്നു പോയല്ലോ എന്റെ ഭഗവതി. തലച്ചെന്നവരെങ്ങാനും ആണോ? തുറക്ക തുറക്ക തുറക്ക. കടമ്പഴി പൊട്ടിക്കോ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരും പോവില്ല. വരുന്നവരെ അവിടെ നിർത്തണം. ഇത്തരാലക്കുറിപ്പിൽ തിരിഞ്ഞോ. ഉറക്കമൊഴിക്കണം. ഇവിടുന്ന് ഒരു അടി മാറരുത്. ഇപ്പോ പതിവുകാര് പോലും കടക്കലില്ലേ? ആട്ടക്കാരി ഉണ്ണിമായുടെ മാളികയില് പരദേശി വ്യാപാരി ആരോ കൊന്നു. തമ്പുരാന്റെ സ്വന്തം ആളായിരുന്നു. വലിയ കളിയാ. തലച്ചെന്നോര് നേരിട്ട് അന്വേഷിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരുത്തനെയും വെറുതെ വിട്ടില്ല. രാജ്യദ്രോഹി. ഇത് തലകാപ്പ് നായർ അന്വേഷിച്ച തിരിയൂലേ? ഒന്നല്ല, ഒരുപാട് തലകാപ്പുകളുടെയും പടനായന്മാരുടെയും നേതൃത്വമുള്ള വലിയ തലച്ചെന്നൂര് നേരിട്ട് വരുന്നെങ്കിൽ മരിച്ചത് സാധാരണ വ്യാപാരിയാവാൻ തരവില്ല. അന്വേഷണം കല്ലിനെ അല്ല, പാറയെ തന്നെ പിളർക്കും. ഉണ്ണിമായുടെ കൂത്തുമാളിയ ഇരാമ, വള്ളുവനാട്ടിലെ പ്രമാണിമാരുടെ മടിശീല ചോരുന്നത് ഇവിടേക്കാ. പുത്തനത്താണിയിലും ചാത്തൻകാവ് പാറയിലും പട്ടരുനടക്കാവിലും കൂടലൂരുമൊക്കെ കറങ്ങുന്നുണ്ടല്ലോ നിങ്ങളുടെ ചാരന്മാർ. എന്നിട്ട് ഇതുവരെ ആരെയും ഒന്നിനെയും പിടിക്കാൻ പറ്റിയില്ലേ തലകാപ്പ് നായർക്ക്? മാളികയിൽ എഴുന്നള്ളിയാൽ ഇരിപ്പും വെടിപ്പാവും, അന്വേഷണവും പരിശോധനയും എളുപ്പാവും ചെയ്യും. ഇരാമ, ആണും പെണ്ണും കെട്ട ഈ തലകാപ്പ് നായർ ഇവിടെ നിൽക്കട്ടെ. ആ തേവിടിസികൾ എവിടെ? അവരെ കൊണ്ടുപോവാ. അധികാരെ കോപിക്കരുത്. അവളുമാരെല്ലാം കടന്നു കളഞ്ഞു. ഉണ്ണിമായ പോയി അവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ തച്ചനാരായാലും മാളിക വിശേഷം തന്നെ. ചുങ്കം പിരിച്ചുണ്ടാക്കുന്ന ഉടയോരുടെ എടുപ്പുകളേക്കാൾ എടുപ്പുണ്ടല്ലോ ഇതിന്. എന്നാൽ പളവളപ്പുമില്ല, കോമാളിപ്പുളപ്പുമില്ല. ആട്ടരാത്രിയുടെ തങ്ങിയ ചിലരെ പഠിപ്പുര മാളികൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കടന്നുപോയ കൂട്ടത്തിൽ പലതിനെയും തിരഞ്ഞു പിടിച്ച് തിരിച്ചെത്തിക്കാനുള്ള ഏർപ്പാടും ചെയ്തു തലച്ചെന്നൂരെ. ഇടനാഴിയിൽ കിന്നാരപ്പട്ട് വിരിച്ച് ഇരുവശത്തും വെള്ളിത്തിരിയിട്ട വിളക്കുകൾ കൊളുത്തി പിച്ചകവും മുല്ലയും വിതച്ച് കസ്തൂരിയും കളഭവും തളിച്ച് അലങ്കാരത്തിന് പൊന്നുമണിത്താലവും ചെപ്പും കണ്ണാടിയും വെച്ച് പൊൻകിണ്ടിയിലെ പൈമ്പാലും മുഖം വിളങ്ങാൻ പട്ടുതിരിയിട്ട പാലവിളക്കും കൊളുത്തി പരദേശികളെ വരവേറ്റു കേമികൾ. എന്നിട്ട് അവരെവിടെ പോയിന്നാ പറഞ്ഞ? കാര്യസ്ഥൻ കോന്തി നായരാ തലച്ചെന്നോരെ. ഇയാൾക്കറിയാം ഉണ്ണിമായയുടെ മായം. തമ്പുരാനെ, കൊല നടന്നെന്ന് കുമരൻ വന്ന് കൂവി പറഞ്ഞ നേരം ആണേത് പെണ്ണേതെന്ന് തിരിച്ചറിയാത്ത വിധം കൂട്ടം നെട്ടോട്ട ഓടി. ഞാനും ഓടി. ആ കോലാഹലത്തിനിടയിൽ ഒരു മിന്നായം പോലെ ദാരിച്ചന്റെ കുതിരയും പായണത് കണ്ടു. അവന്റെ കൂടെ ആ ഉണ്ണിമായും പോയി. കൈ കെട്ടി എന്ത് മടിക്കണ തെണ്ടിക്കൂട്ടം ഇവിടുത്തെ പെണ്ണുങ്ങളെയും കടത്തിക്കൊണ്ട് പോയി. തമ്പ തലയ്ക്കു മുകളിൽ ചിലങ്ക കെട്ടിയാടുന്ന ഈ കാലുകളാരുടെ? കടവാവലുകളോ കുരങ്ങന്മാരോ? അതോ
മച്ചിൽ കുടികൊള്ളുന്ന ഭഗവതി തന്നെ. ആരായാലും അതൊന്ന് കാണട്ടെ രാമ.